ഇപ്പോൾ ലഭിച്ച പ്രധാന വാർത്ത, തിരുവനന്തപുരം മൃഗശാലയിൽ 18 വയസ്സ് തികയാത്ത പെൺകുരങ്ങിന്റെ കുണ്ടിക്ക് പിടിച്ച യുവാവിനെ പോലീസും നാട്ടുകാരും തിരയുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അണ്ടിക്കിട്ട് ചവിട്ട് കിട്ടിയ അഖിലിന് നിലവിലിപ്പോൾ അണ്ടിയില്ല എന്ന് ശാസ്ത്രലോകം കണക്ക്. താടിയില്ലാത്തതിനെ തുടർന്ന് കൂട്ടുകാരൊന്നും കളിയാക്കുമായിരുന്നു. അതിന് പരിഹാരമായി യുവാവ് പെണ്ണാവനായി ചുണ്ണിവെട്ടി. പക്ഷെ പെണ്ണായില്ല, പകരം ഐസിയുല്ല. വയറിളക്കം തടയാനായി മലദ്വാരം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച സഞ്ജു ടെക്കിയെ ദ ഹ്യൂമൻ സെന്റിപ്പഡ് സിനിമയുടെ പുതിയ ഭാഗത്തിൽ നായകനാണ്. മലപ്പുറത്ത് ബിരിയാണിയിൽ മുട്ട ചോദിച്ച മനുവിന് തന്റെ സ്വന്തം മുട്ട കഴിക്കാൻ കൊടുത്ത ഹോട്ടൽ ഉടമ മാതൃകയാണ്. കഴിഞ്ഞ ദിവസം ലഡുവിന് പകരം പോലീസിന് അപ്പി ഉരുട്ടി കുഴച്ചു കൊടുത്ത അക്ഷയ് പരോളിൽ ഇറങ്ങി വരുന്ന വഴിയിൽ കനാലിൽ അപ്പിയിട്ടു. ഹൈ ഗൈസ്, ഐ എം ബെക്ക്. നിന്നോടല്ലേ എലോൺ മസ്ക് ആദ്യേ പറഞ്ഞു. Mark my words, AI is far more dangerous than nukes. I think the danger of AI is much greater than the danger of nuclear warheads by a lot. അന്നേരം ഒന്നും ഇങ്ങൊന്നും വലിയ കാര്യാക്കിട്ട് ഇപ്പൊ എന്തായി? ഏടെ നോക്കിക്കഴിഞ്ഞാൽ അമ്മമാര് കാണിച്ചു കൂട്ടുന്നതിന് ഇപ്പൊ എന്തേലും ഒരു കണക്കുണ്ടാ? നമ്മളിവിടെ കൃഷി ചെയ്യുമ്പോ കണ്ടതാ, എന്തോ ഒരു അനക്കം. നോക്കിയപ്പോ ഒരു വലിയ പാമ്പ് കയ്യിലെടുത്തു. ഇനി 2025, 26, 27 കഴിഞ്ഞില്ലേ, സിനിമ മൊത്തം ആവും. ഇപ്പം തന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് ഓരോരുത്തർ സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കോമഡി അതൊന്നുമല്ല. ഈ AI കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ 90s കുറച്ച് ആൾക്കാർ, ഈ 90s ഉമ്മ, ഉപ്പ, വെല്ലുമ്മ, വെല്ലുപ്പ, ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇല്ലേ. സോ ഞാൻ കുറ്റം പറയുന്നല്ല ഗൈസ്. അവർക്ക് ഈ AI എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെന്താ AI എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുമില്ല, അറിയത്തുമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എൻ്റെ പുരക്കത്തെ മദർ തെരേസ. ഇവരിപ്പോ AI കുറെ ന്യൂസ് ഇറക്കുന്നില്ല ഗൈസ്. സംഭവം കാണാൻ നല്ല രസാ, നല്ല കോമഡിയാണ്. ഈ ന്യൂസ് കണ്ടിട്ട് ഇത് അതേപോലെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് വന്ന് പറയാ, എടാ സ്കൂള് ഒരു ചെക്കെ മറ്റേ മാഷിന്റെ ചുക്കാമണി മുറിച്ചു പോലും ഓനെ സ്കൂളിൽ പുറത്താക്കി എന്നൊക്കെ ഇന്നത്തെ ന്യൂസിൽ വന്നതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യം ആലോചിച്ചൊക്കെ അമ്മക്ക് മനസ്സിലാവും. പക്ഷെ പുറക്കിരിക്കുന്ന ഉമ്മാക്കും ഒന്നും ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതാണ് AI, ഇങ്ങനെയൊക്കെയാണ് സംഭവം. എന്തുകൊണ്ടാ? ഇതിന്റെ ഒറിജിനാലിറ്റി കൊണ്ട്. ഇതിനെ കൊണ്ട് നല്ല കുറെ വശങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇത് കള്ളന്മാർ വേറെ പല രീതിയിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് പറ്റിക്കുന്ന ആൾക്കാരെ പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. ഇപ്പൊ ഈ AI വന്നോണ്ട് ഇവന്മാര് നല്ല രീതിക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് കുറച്ച് AI വീഡിയോസ് കാണാം, എന്നിട്ട് ചിരിക്കാം. ഞാൻ 15 കൊല്ലമായി ഓട്ടോ ഓടിക്കുന്നു. ഇതുവരെ ഒരു തവണ പോലും ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു വളവ് പോലും വളച്ചിട്ടില്ല. നമുക്ക് വീഡിയോയിലെ കണ്ടന്റ് പറയുന്നതിനെക്കാട്ടും മുമ്പിട്ട് ഇതാണ് AI വീഡിയോ. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ സോ ഒറിജിനാലിറ്റി ബ്രോ. എത്ര റെഫറൻസ് എവിടെ നിന്നൊക്കെയാണ് ഈ ഗൂഗിളിൽ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ആക്കിയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇനി ഒരു 2027, 28 ആകുന്നപ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഓട്ടോസിന്റെ മുന്നിലത്തെ ഭാഗം ബാക്കിലത്തെ ഭാഗം മുമ്പിലാണോ എന്ന് എനിക്കൊരു സംശയം. മുന്നിലത്തെ ഗ്ലാസ് ഒക്കെ അതാ ബാക്കിൽ, ഓട്ടോസ് റിവേഴ്സ് ആണ് ഓടിക്കുന്നത്. ഈ AI വീഡിയോസിനൊക്കെ ചെറിയ എറേഴ്സ് ഉണ്ടാവും. അത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും, ബാക്കിയൊന്നും ചിലത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നോക്കി, ഓട്ടോന്റെ മുമ്പാണ് ബാക്കിൽ, അയാളെ മറ്റേ പൂജന്റെ സാധനവും ഡീറ്റെയിലിങ് നോക്കടാ. ഈ ഓട്ടോസിലെ പൂവൊക്കെ തൂക്കിയിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് കണ്ടന്റ് നോക്കാം. 5 കൊല്ലമായി ഓട്ടോ ഓടിക്കുന്നു. ഇതുവരെ ഒരു തവണ പോലും ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു വളവ് പോലും വളച്ചിട്ടില്ല. തന്തയില്ലാത്തരം കാണിക്കുമ്പോ ഒരു സുഖമാ. തന്തയില്ലാത്ര കാണിക്കുന്നൊരു സുഖമാണ്. കോമഡി കുറെ വരുന്നുണ്ട് ഇതില്. നമ്മള് നോർമലായിട്ട് കണ്ടുവരുന്ന കോമഡി AI വരുമ്പോൾ കുറച്ചുകൂടി രസമായിട്ട് തോന്നും പലതും. കാരണം അതിന്റെ ആനിമേഷൻ അതിനെക്കാട്ടും ബിറ്റാണ്. ആ വീഡിയോ കൂടെ ഒരു സത്യമായ ഒരു കാര്യം പറഞ്ഞു. ഇൻഡിക്കേറ്റർ, ഓട്ടോക്കാർ, അത് സത്യമായ കാര്യമാണ് ഗൈസ്. ഇന്നേ വരെ ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരന് ഇൻഡിക്കേറ്റർ ഒന്നും കണ്ടിട്ടില്ല. ആ വണ്ടിക്കാരുടെ കുത്തിയിട്ടിട്ട് പോയി. ഇവിടെ ഇപ്പോൾ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രളയമാണ്. ഒരു ഊമ്പി. ഈ നോർമലി ഈ AI എന്താന്നറിയാത്ത
നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാവില്ല പുറക്കത്തെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അവരൊക്കെ കണ്ടിനി ഇത് ഉറപ്പായിട്ട് വിശ്വസിക്കും. കാരണം അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ് സംഭവം ഉള്ളത്. ഒരു പെണ്ണുങ്ങള് മറ്റേ ന്യൂസിൽ എങ്ങനെയാണോ റിപ്പോർട്ട് വായിക്കുന്നത് അതുപോലെ തന്നെ മഴയത്ത് ഇതാക്കിയിട്ടൊക്കെ വായിക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഒരുത്ത വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് ഏതോ കുണ്ടില് വീണോടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുറെ ആൾക്കാരുടെ പണിയൊക്കെ പോകും. മേ ബി ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ പണിയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഒന്നും അറിയാത്തൊരു പൊട്ടനാണെങ്കിൽ കൂടി, എഡിറ്റിങ്ങിന്റെ തേങ്ങ അറിയാത്ത പൊട്ടനാണെങ്കിൽ കൂടിയും ജസ്റ്റ് പ്രോംപ്റ്റ്, അതായത് ഐ വാണ്ട് സമ്മൺ സ്റ്റാൻഡിങ് ഓൺ ദി ട്രീ ആൻഡ് ദാറ്റ് ട്രീ കട്ടിങ് ആൻഡ് ദാറ്റ് ട്രീ ഗോയിങ് ടു ഫെൽ ഡൗൺ ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ വീഡിയോ ആയിട്ട് വരും. അപ്പം പിന്നെ എന്താ പൈസ കൊടുത്ത് എഡിറ്റ് ചെയ്യിപ്പിക്കുന്ന ആളെടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഫ്രീലാൻസ് ആൾക്കാരാണ് കുറച്ചും കൂടി. ഇതെന്താ ചേട്ടാ ഇവിടെ വാഴ നാട്ടിൽ ഞാൻ 2 വാഴ നട്ടതാ, പക്ഷെ അത് രണ്ടും കൊലച്ചില്ല. ഇവിടെ നോക്കട്ടെ. മരുഭൂമിയിലെ വാഴ. ഞാൻ അരുൺ, ഇൻസ്റ്റാ കമന്റ് എക്സ്പേർട്ട് ആണ്. ഞാൻ രാഹുൽ, ഫുഡ് ടെസ്റ്റർ ആണ്. വീട്ടിൽ 3 നേരം ഫുഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. അച്ഛൻ നട്ട വാഴകൾ ഞങ്ങൾ തന്നെയാണ്. ഇതിന്റെ റിയലിസ്റ്റിക് നോക്കടാ. ഫസ്റ്റ് അയാള് മരുഭൂമിയിലെ ന്യൂസ് ക്യാമറ ഇതൊക്കെ കൊണ്ട് ആർക്കോ ഇന്റർവ്യൂ ചെയ്യും. ഇതെന്താണ് ഇവിടെ മരുഭൂമിയില് വാഴ നടന്നതെന്നൊക്കെ. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പോവായിരിക്കും ഫ്രീലാൻസ് ആൾക്കാരെ, വർക്കൊക്കെ കുറച്ച് കുറയായിരിക്കും. പക്ഷേ എന്ത് തേങ്ങയാണെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവന്മാരാണ് ഇത്. എന്നെ ഒറ്റക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് ഇടുന്നില്ലല്ലോ. ഇതിനെ ആരാ യൂസ് ചെയ്യുന്നേ? നമ്മള് ഹ്യൂമൻസ്. അതുകൊണ്ട് മോനെ എന്ത് വന്നാലും ഹ്യൂമൻസിനെ തോപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് സംഭവം കിട്ടിയാൽ മതി. അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അറിയാം. ഇനി അത് വെച്ചിട്ടുള്ള പണി നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, സാധാരണ കൈകൊണ്ടുള്ള വർക്ക് ഇനി വേണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസുകാർ തുടങ്ങൂ. എയിലേക്ക് വെച്ചിട്ടുള്ള വർക്ക് ഇനി കൊടുക്ക്. നമ്മളെ മലയാളികൾ സീനൽ. നിങ്ങളെന്താ പറയുന്നേ? ഈ കിട്ടിയപ്പോ തന്നെ ഇതിനെ വെച്ചിട്ട് എന്തെല്ലാം ഉണ്ടാക്കി, എന്തൊക്കെ റീച്ചാക്കി. ഇപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഫുള്ള് നല്ല സബ്, നല്ല വ്യൂസ്, നല്ല ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ കൃത്യ സമയമാണ് ഗൈസ്. മറ്റേ ജുമിനിയ അതിൽ വെച്ചിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാം നിങ്ങളേതായ ഭാവനയിൽ. അഭിനയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പ്രോംപ്റ്റ് കൊടുത്താൽ പോരെ. എന്നിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യ്, എന്നിട്ട് ഇൻസ്റ്റയിൽ ഇട്. പൈസ ഉണ്ടാക്കാം. 2025 മുതൽ 26, 27 എന്തെല്ലാം വഴികളാ അല്ലേ? എല്ലാ പുണ്ടച്ചികൾക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ തങ്കൻ. ഒന്നുമില്ല, ഒരു പണിയും ഇല്ലാഞ്ഞിട്ട് ഇറങ്ങിയതാ. നമുക്ക് നാട്ടുകാരെ പോയി ഊമ്പിക്കാം. പിന്നെ ഞാൻ ഇത്തവണ കൊച്ചിക്ക് ഒരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ താഴെ 100 കമന്റ് ഇട്ടാൽ നമ്മൾ പോകുന്നതായിരിക്കും. കൊരങ്ങ മലയാളമൊക്കെ സംസാരിച്ചോണ്ട് പോകും. സോറി, ചേട്ടന്റെ പേരെന്നാ? പേരക്ക. നമുക്കൊരു ചായ കുടിച്ച് അവസാനിപ്പിക്കാം. ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാര് മോനെ പണ്ണാക്കുന്നുണ്ട്. അത് വേറെ, അത് എടുത്ത് പറയേണ്ട കാര്യം. മഴ മുമ്പിച്ചു. എല്ലാ പുണ്ടച്ചികളും ഫോളോ ചെയ്യ് വേഗം. ഓരോ എഐക്ക് ഓരോ ചാനലുണ്ട്. തങ്കന ഒരു ചാനലുണ്ട്, പിന്നെ ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന മുത്തശ്ശി ഉണ്ട്. ആ മുത്തശ്ശിക്ക് ഒരു ചാനല്, പിന്നെ ന്യൂസ്, അതിൽ ഫുള്ള് എഐ ന്യൂസ് മാത്രമായിരിക്കും. ന്യൂസിന് ഒരു ചാനല്, കുറെ ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം ഇപ്പൊ ചാനല് ഫുള്ള് ഫോളോവേഴ്സ്. ഇപ്പൊ സത്യമായിട്ട് വേറൊരു കാര്യം പറയട്ടെ, റിയലായിട്ട് അഭിനയിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊന്നും ഇപ്പൊ വ്യൂസ് ഇല്ല. അവരൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. എല്ലാവർക്കും ഇവരെല്ലാം ഇപ്പൊ ഇത് എഐ വെച്ചിട്ട് പ്രൊഡക്റ്റ് പ്രൊമോഷൻ, ഷോപ്പ് പ്രൊമോഷൻ. MRന്റെ ബേക്കറി ഒക്കെ ഇപ്പൊ പ്രൊമോഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് മറ്റേ ഡിസ്നിയിലെ ബാറ്റ്മാൻ, ഗോതമ്പെന്ന് ബാറ്റ്മാൻ അല്ല വന്നിട്ടില്ല. ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വെച്ച ഒറ്റ മിനിറ്റ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഒരു തെങ്ങ് കയറുന്നതിന് 150 രൂപ റേറ്റ് പറഞ്ഞു. മാർവൽ യൂണിവേഴ്സ് ഒക്കെ കേരളത്തിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഒക്കെ നിങ്ങളുടെ ഡ്രീം അല്ലേ, ഒരു സൂപ്പർ ഹീറോ ഒക്കെ കേരളത്തിൽ വരണം എന്നുള്ളത്. വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ പണി ഫുള്ള് തേങ്ങ പറയാണ്. മൊത്തം മഴയാണ്. സ്പൈഡർമാന്റെ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. തേങ്ങ പറിക്കണമെങ്കിൽ വിളിച്ചാൽ മതി. ഇവിടെ വലയിട്ട് പറിക്കുന്നുണ്ട്. ഒരു തെങ്ങിന്റെ പകുതി. വല പൊട്ടി താഴത്ത് വീണിട്ടുണ്ട് സ്പൈഡർമാൻ.
പറയാനില്ല. ക്രിയേറ്റിവിറ്റി വേറെ ലെവൽ. മലയാളികൾക്ക് എന്തേലും കിട്ടിയാൽ മതി, അത് വെച്ച് ചെയ്യാൻ നല്ല പോലെ അറിയാം. ഞാൻ ഗോതമിലേക്ക് പോവാണ്. ഇവിടെ MRI ചായ കുടിക്കാൻ ഇതാ നിസാർക്ക് പറഞ്ഞ പോലെ ചായ അടിപൊളിയാണ്. എനിക്ക് തിരക്കുണ്ട്, പിന്നെ കാണാം. എന്തിനാ പോലീസ് ഇപ്പൊ വരുന്നത്? എനിക്ക് അവരുടെ പഴംപൊരിയും പിസ്ത സ്റ്റിക്കും കഴിക്കാമായിരുന്നു. അടുത്ത തവണ ഞാൻ സൂപ്പർമാനെയും MRIയിലേക്ക് കൊണ്ടുപോകണം. മാറേണ്ട പ്രൊമോഷനാണ്. ആൾക്കാരൊന്നും ആവശ്യമില്ല, മതി. വെച്ച് നമുക്ക് ഇനി ബാറ്റ്മാനെ പ്രൊമോഷനെ കൊണ്ടുവരാം, സൂപ്പർമാനെ കൊണ്ടുവരാം, സ്പൈഡർമാനെ കൊണ്ടുവരാം, ഇനോഗ്രേഷൻ നടത്താം. ഫുള്ള് എല്ലാം കൊണ്ട് ഇനി സീൻ വേറെ ലെവൽ. ആരും ചെയ്യാത്ത ഇനി ഒരു കണ്ടന്റ് ഉണ്ട് കഴിച്ചു. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിമെ ക്യാരക്ടറിനെ കൂടി ഇനി കേരളത്തിൽ ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ വ്യൂസ് ആയിരിക്കും. സത്യം പറയാലോ. ലൂഫിനെ കൊണ്ടുവരണം, പിന്നെ നിങ്ങളെ നാറൂട്ടനെ കൊണ്ടുവരണം, പിന്നെ നമ്മളെ നാറൂട്ടൊക്കെ 3D കേരളത്തിൽ വന്ന തീർന്നേ. ഇതൊക്കെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്, ഇതൊന്നും പറയാൻ പാടില്ല. ഇപ്പോഴാ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആരെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പറ്റുവാണെങ്കിൽ ലൂഫിനോ ഡ്രാഗോൺബോളിലെ ഗോകുനും ജുജുത്സു കൈസിനെ മറ്റേ ഗോജോ സത്രോസിനെല്ലാം വേണേ കേരളത്തിൽ കൊണ്ടുവന്നു. നല്ല ഹിറ്റ് ആവും. ബാവൂട്ടിന്റെ മോള് ആയിഷയല്ലേ? എന്താ ഇവിടെ നിക്കണേ? ഒരേല് പോവീൻ. ആയിഷാന്റെ ഗോതം ഒന്ന് പോയടാ കാബർക്കി. ഇതുകൊണ്ടാണ് മാർവലോ ഇതൊന്നും മൾട്ടി യൂണിവേഴ്സ് ഒക്കെ വന്ന സമയത്ത് കേരളത്തില് ഒരു സൂപ്പർ ഹീറോനെ കൊണ്ടുവരാണ്ടിരുന്നത്. ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. ബാറ്റ്മാനോട് പോയിക്ക് ഇനി പണിക്ക് പോയിക്കില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ മൂഞ്ചിയ നാട്ടിലോട്ട് ഞാനില്ലെന്ന്. എന്തേലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് കാലെ തീ പിടിപ്പിച്ച് പറഞ്ഞു പോകും. ഞാൻ 6:30 കോണാനെ തൂങ്ങിപ്പോകും. തക്ക സമയത്ത് ഒരു ഓട്ടോ കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോന് അയൺമാന് സ്പൈഡർമാൻ തക്ക സമയത്തിന് ഓട്ടോസ് കിട്ടിയോണ്ട് സോ ഗുഡ്. ഇതൊക്കെയാണ് കണ്ടന്റ്, ഗുഡ് കണ്ടന്റ്. എന്റെ കൊച്ചുമോൻ അഖിൽ, അവൻ ഡൈനോസർ മുട്ട പൊരിച്ചു കൊടുത്താലേ ചോറ് കഴിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഫാം ആരംഭിച്ചത്. ഡൈനോസറിന്റെ മുട്ട തന്നെ വേണമേ. കുണ്ടിയില് തുന്നിക്കൊടുക്കുക, വായി വെച്ചിട്ട് ഇടുമ്പോ തന്നെ അങ്ങ് തിന്നാൻ പറയാം. ഡൈനോസറൊക്കെ വംശനാശ വീഴ്ച സംഭവിച്ചപ്പോ ഏയിൽ കൊണ്ടുവന്നിരിക്കുവാണ്. ഫേസ്ബുക്കിലെ അമ്മാവന്മാരെ വേറെ കോമഡിയാ. ഈ പെമ്പിളറിലൊക്കെ കണ്ടിട്ട് പറയാ, നീക്ക് നല്ല തറവാട്ടിലെ പെണ്ണല്ലേ, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോന്നൊക്കെ. കളവന്മാർക്ക് അറിയത്തില്ലല്ലോ ഇത് ഈ വെച്ച് ഉണ്ടാക്കിയതാ. ഇതൊക്കെയാണ് അവസ്ഥകൾ, മൊത്തത്തിലുള്ള അവസ്ഥകൾ. ഈ കാർ ഞാൻ എങ്ങനെയാ വാങ്ങിച്ചതെന്ന് അറിയാമോ? അത് കുനിഞ്ഞു നിൽക്കൂ, ഊമ്പി കൊടുക്കൂ എന്ന ഗെയിം കളിച്ചിട്ടാണ്. നിങ്ങൾക്കും എന്നെ പോലെ ആകണമെങ്കിൽ വേഗം കുനിഞ്ഞു നിൽക്കൂ. ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനിലെ നിങ്ങൾക്ക് ഫ്ലാറ്റ് എടുക്കണോ, നിങ്ങൾക്ക് കാർ എടുക്കണോ, ഇത്ര പൈസ ഇടൂ, ഈ ഗെയിം കളിക്കൂ. എല്ലാത്തിനും ഊക്കാണ്. വെച്ചിട്ട് ഊക്ക്. ഓ മൈ ഗോഡ്, നമുക്കിതൊക്കെ കാണാൻ എനിക്ക് അത്ര തന്നെ. മഴയത്ത് മേക്കപ്പ് ഒലിച്ചുപോയ പെൺകുട്ടിയെ അന്യഗ്രഹ ജീവിയാണെന്ന് കരുതി നാട്ടുകാർ കെട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിച്ചു. ചേട്ടാ ഈ ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒറിജിനാലിറ്റിയുടെ വെറുതെ അല്ല. ഞാൻ പോലും കണ്ടിട്ട് മറ്റേത് ശരിക്കും ഒറിജിനൽ ആണോ ഇത് ആണോ ശരിക്കും നടന്നതാണോ ഇപ്പൊ ആൾക്കാർക്ക് ഇനി കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ഡാർക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും ഈ വീഡിയോ ജനറേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ റിസോഴ്സസും നമ്മളെ സംഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് ഇല്ലേ, നമ്മൾ ഫോണിൽ നിന്ന് നമ്മൾ വിചാരിക്കും നമ്മളെ ഡിലീറ്റ് ചെയ്ത ഫയലൊക്കെ പോയി. ഈ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയലും ക്ലൗഡിൽ പോയിട്ട് സേവ് ആണ്. അതിൽ നിന്നാണ് ഗൈസ് ഈ റെഫറൻസ് മൊത്തം എടുക്കുന്നത് പല കാര്യങ്ങളെയും. അത് ഡിലീറ്റ് ചെയ്യുന്ന മാത്രമല്ല, എല്ലാത്ത സംഭവങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ ഇതിന്റെ ഒക്കെ റെഫറൻസ് എടുത്തിട്ടാണ് നമുക്കൊരു സംഭവം ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഒരു കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് കക്കൂസി പോയിട്ട് എടുത്ത ഫോട്ടോ ഒക്കെ ചിലപ്പോ ജനറേറ്റ് ചെയ്തിട്ട് വേറെ ആളെ മുഖാലം വെച്ചിട്ട് വരും. എന്റെ പോരേന്റെ കക്കൂസ് ഇത് എന്റെ കുണ്ടിയല്ലേന്ന് ലാസ്റ്റ് പറയാൻ നിക്കണ്ട കേട്ടാ. ഇതിന് ഇങ്ങനെ ഒരു സൈഡ് എഫക്ട് കൂടി ഉണ്ട് ഫ്യൂച്ചറിൽ. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. മാക്സിമം ഫോട്ടോ ഒക്കെ എടുത്താൽ ഡിലീറ്റ് ചെയ്യാണ്ട് വെച്ചോ. അങ്ങനെ തന്നെ എല്ലാം പോകുന്നുണ്ട് നേരെ ക്ലൗഡിലേക്ക്. നിങ്ങൾ ഓരോ സാധനം നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാ സാധനം ക്ലൗഡിലുണ്ട്. ഗൈസ്, നമ്മൾ വിശേഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഇനി പുതിയ നല്ല കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങളെ കണ്ടന്റും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. ഗൈസ്, പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.